വയറിലൂടെ വട്ടം പിടിച്ച ആദിയുടെ കയ്യിലെ ചൂടേറ്റ് മീര കണ്ണുകൾ മെല്ലെ തുറന്നു. ഒരു നിമിഷം അവളൊന്ന് പകച്ചു. വിവാഹം കഴിഞ്ഞ 1 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. അധികമൊന്നും സംസാരിക്കുന്ന പ്രകൃതമല്ല ആദിയുടേത്. എപ്പോഴും ഗൗരവം. എങ്കിലും തന്നോട് ചിലപ്പോഴൊക്കെ സ്നേഹത്തോടെ ചിരിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. തനിക്കൊരു കുറവും വരുത്തുന്നില്ല. ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തുടർന്നോളാൻ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകി. പക്ഷെ ആദി തന്നെ ഇതുവരെ ഒന്നും തലോടിയിട്ടില്ല, ചേർത്ത് പിടിച്ചിട്ടില്ല. എന്തിന്, ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഇന്ന് ആദ്യമായി. അതോർത്തപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. ആദിയുടെ മനസ്സിൽ തന്നോടുള്ള ഇഷ്ടക്കേണ്ട കാരണങ്ങൾ തിരഞ്ഞ ഒരുപാട് രാത്രികൾ അവളെ വേദനിപ്പിച്ച് കടന്നുപോയി കഴിഞ്ഞിരുന്നു. എങ്കിലും ഇതുവരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും യാതൊരു പരിഭവവും പരാതിയും മീരാവിനെ അറിയിച്ചിട്ടില്ല. കാരണം തന്നെപ്പോലെ ഒരു അനാഥ പെണ്ണിനെ സ്വന്തം ജീവിത പങ്കാളിയായി ആദി സ്വീകരിച്ച പോലും മഹാഭാഗ്യമായി അവൾ കരുതി. സ്വന്തമെന്ന് പറയാൻ വകയിലൊരു മുത്തശ്ശിയും അകന്ന കുറച്ച് ബന്ധുക്കളുമേ ആദിക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. എങ്കിലും പഠിപ്പും പണവും സൗന്ദര്യമൊക്കെ നോക്കുമ്പോൾ ആദിക്ക് എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടുമായിരുന്നു തന്നേക്കാൾ. അപ്പോൾ താൻ ശരിക്കും ഭാഗ്യവതിയാണെന്ന് അവൾ സ്വയം ആശ്വസിച്ചു. പതിയെ എല്ലാം ശരിയാവും. എല്ലാ അർത്ഥത്തിലും ആദി തന്നെ സ്വീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. മീര, വേദന കുറവുണ്ട് ഇപ്പോൾ? കുറവുണ്ട്. ഈ വെള്ളം കുടിച്ചോളൂ. മല്ലിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച വേദന കുറയും. ആദി ഫ്ലാസ്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു. മല്ലിയുടെ ചവർപ്പിലും ആ വെള്ളത്തിനൊരു പ്രത്യേക മധുരമുണ്ടെന്ന് അവൾക്ക് തോന്നി. കഴിഞ്ഞ മാസം വരെ വേദനയിൽ പൊളയുന്ന ഈ ദിനങ്ങളിൽ താൻ ഒറ്റക്കായിരുന്നു. ഇന്നിപ്പോൾ ആദിയുടെ സ്നേഹ സാമീപ്യങ്ങൾ വല്ലാത്തൊരു ആശ്വാസം നൽകിയെന്നോർത്ത് അവൾ ഏറെ സന്തോഷിച്ചു. ഇനി താൻ ഉറങ്ങിക്കോളൂ, അപ്പോൾ വേദന അറിയില്ല. ആദി പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ച് മുറിയിൽ നിന്ന് പോകുമ്പോൾ മീരയുടെ മനസ്സ് അവൻ്റെ സാമീപ്യം വീണ്ടും കൊതിച്ചു. അവനോട് ചേർന്നിരിക്കാൻ, ആ തോളിലൊന്ന് തല ചായ്ക്കാൻ, അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്ന് ആ ഹൃദയം ഇടിപ്പൊന്ന് കാതോർക്കാൻ. പക്ഷേ ഒന്നും മിണ്ടാതെ ഏറെ പ്രതീക്ഷകളുമായി അവൾ എപ്പോഴോ ഉറങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ വീണ്ടും പഴയതുപോലെ കടന്നുപോയി. സ്നേഹത്തോടെ ഇടയ്ക്കൊക്കെ സംസാരിക്കുമെങ്കിലും പരിചിതരായ 2 സുഹൃത്തുക്കളെ പോലെ മാത്രം അവൾ ഇടപഴകി. ആദിയുടെ മനസ്സിൽ എനിക്ക് വെറുമൊരു സുഹൃത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ. അതോ ഇനി ആദിയുടെ സങ്കല്പത്തിലെ പെൺകുട്ടിയല്ലേ ഞാൻ? അപ്പോൾ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ വിവാഹം കഴിച്ചത്? ആരുടെയെങ്കിലും നിർബന്ധത്തിലായിരുന്നു ഈ വിവാഹം? ഇനി മറ്റാരെങ്കിലും ആ മനസ്സിലുണ്ടാവുമോ? 1000 തവണ അവളോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരിക്കലും ആദ്യമൊന്നും അറിയിച്ചില്ല. അവൻ ചോദിച്ചതിനൊക്കെ മറുപടി നൽകി. അവൻ്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് അവൾ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങളായി. അവൻ അവളിൽ നിന്ന് പലപ്പോഴും അകലം പാലിച്ചു. വീട്ടിൽ നിന്നും അടുത്തപ്പോൾ ഇടയ്ക്ക് മുടങ്ങിപ്പോയ നൃത്തപഠനം വീണ്ടും തുടങ്ങാൻ മീര തീരുമാനിച്ചു. ആദിക്കും പൂർണ്ണ സമ്മതമായിരുന്നു. മീര ക്ലാസ്സിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പരിചിതമായ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ